ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആദികേശവാണ്. ആദികേശവ് 7th പഠിക്കുന്നത്. നമുക്ക് 2 ദിവസം മുന്നേ ഇട്ട വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നെറ്റിപ്പട്ടങ്ങളൊക്കെ ഉള്ള വീഡിയോ അല്ലെ. ആ നെറ്റിപ്പട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ ആദികേശവ് മോനാണ്. അപ്പോൾ നമുക്ക് ആദികേശവിന്റെ കുറച്ചൊരു വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ആദികേശവ് 7th പഠിക്കുന്നു. ഈ നെറ്റിപ്പട്ടങ്ങളോട് ഇഷ്ടം ഉണ്ടായിട്ട് അതിലോട്ട് ഇൻട്രസ്റ്റ് വന്നതാണോ? എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ഹിസ്റ്ററി എങ്ങനെയാ? ഇത് വന്നത് തന്നെ എനിക്ക് ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് ഗുരുവായൂരിൽ നിന്ന് തുടങ്ങിയതാണ്. അവിടെ നിന്ന് ഞാൻ ഒരു നെറ്റിപ്പട്ടത്തിന് വില ചോദിച്ചു. അപ്പൊ അതിന് ഭയങ്കര കൂടുതലായിരുന്നു വില. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇതെങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവര് ആദ്യം പറഞ്ഞ് നിന്നെ കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചിട്ട് പിന്നെ എനിക്ക് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തന്നിട്ട് ഫസ്റ്റ് ഒരെണ്ണം ചെയ്തു. അങ്ങനെ ഒരു റിലേറ്റീവിൽ നിന്നാണ് നമ്മളിത് മൊത്തം ഇത് സെയിലായി. അവര് സ്റ്റാറ്റസ് ഇട്ടു. അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇത് മൊത്തം സെയിലായി ഇതുവരെ വാങ്ങിച്ചത്. ഓക്കെ, അപ്പം വീട്ടിൽ ആരൊക്കെയാ സപ്പോർട്ട്? അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ടാണ് എല്ലാം. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. അമ്മയോ? അമ്മ ഒരു ആശുപത്രിയില് F&B ബില്ലിങ്ങിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത് നമ്മുടെ വീട്ടിൽ വയ്ക്കുക മാത്രമല്ല, പുറത്ത് വിൽക്കും ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളൊരു കസ്റ്റമർ പറഞ്ഞാൽ ആ രീതിയിലുള്ള കളർ കോമ്പിനേഷനിൽ അതിക്ക് ചെയ്യാൻ പറ്റും? ചെയ്യാം. അത് എത്ര കളറാണെന്ന് വെച്ചാൽ നമുക്ക് 5 കളറുണ്ട്, 3 കളറുണ്ട്, പിന്നെ പച്ചയും, അങ്ങനെയുള്ള കുറെ കളേഴ്സ് ഉണ്ട്. കളേഴ്സിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഒക്കെ പഠിത്തത്തിനും ഒക്കെ ആയിട്ട് യൂസ്ഫുൾ ചെയ്യുന്നുണ്ട്. അമ്മയെ ഇതിൽ നിന്ന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? എല്ലാരും ഇത് വാങ്ങിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം. ആവശ്യമുള്ളവർക്ക് വിളിച്ചിട്ട് കസ്റ്റം ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. എല്ലാം നമുക്ക് അവരുടെ ഇഷ്ടത്തിന് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. എല്ലാം നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ആദികേശവിനെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള കഴിവുകളാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ മോൻ വേറെ പുറത്തു പോയി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. വേറെ പുറത്ത് പഠിച്ച് ചെയ്തതോ ഒന്നുമല്ല. ഇവന്റെ ആ ഒരു കഴിവ് ഇവനിൽ നിന്നുള്ളതാണ്. അതായത് ആ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ആ സെറ്റിങ്സ് ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരു പെർഫെക്ഷനും എല്ലാം ഇവനിൽ നിന്ന് വരുന്ന ആ ഒരു കഴിവാണ്. അപ്പോൾ മാക്സിമം ഇത് വീഡിയോ കാണുന്നവര് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ആദികേശവന്റെ പാരന്റ്സിന്റെ കോൺടാക്ട് നമ്പറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾ അതിന് വിളിച്ചാൽ മതിയാവും. മാക്സിമം ഈ മോനെ സപ്പോർട്ട് ചെയ്യുക. എന്താ പറയാ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി കൂടെയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെയാണ് ഈ മോൻ ഈ ഒരു കലാവാസനയും കൂടി ചെയ്യുന്നതും. മാത്രമല്ല, വീട്ടിലെ അച്ഛനും അമ്മയും ഈ മോൻ തന്നെയാണ് ഈ ഒരു രീതിയിൽ ഈ സാധനങ്ങൾ വിറ്റ് അവരെ സഹായിക്കുന്നതും. സോ ആദികേശവന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ഈ മോന് ഉണ്ടാവണം. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ